ഗൈസ് നമ്മൾ ചില്ലി ചിക്കൻ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നേക്കണേ. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയാവുമെന്ന്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു 1.5 കിലോ ചിക്കൻ എടുക്കുക. 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും സോയാ സോസുമാണ് എടുത്തേക്കണേ. അപ്പം ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തിട്ട് പിന്നെ കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പിടിക്കണം എല്ലാം കൂടി. അപ്പം എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്തായാലും സാധനം അടിപൊളിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ബിരിയാണിയുടെ അരിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി. അപ്പം നമ്മൾ ആദ്യം ആ കോൺഫ്ലവറിലൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ വറുത്തെടുക്കുക. പിന്നെ സവാള നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളയെല്ലാം നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അത് ഇതായതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ആകെ കുറച്ച് സമയം ചിക്കൻ വറുക്കാനും അതുപോലെ നമ്മളങ്ങനെ വയ്ക്കാനും എടുക്കുന്ന ആ ഒരു സമയമാണ് കുറച്ച്. അപ്പം അച്ഛനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം അതിന് പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ ബിരിയാണിയുടെ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത്. അപ്പം അടുക്കളയിൽ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കാണ്. ചിക്കൻ ഇപ്പോൾ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എരിവ് നിങ്ങൾ നോക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി മുളക് പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഓൾറെഡി കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉള്ളൂ നമ്മൾ ഇന്നത്തെ. പിന്നെ കുറച്ച് പച്ചമുളകുമാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഇവിടെയുണ്ട്, TV കാണുവാണ്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഓക്കെ, ബൈ. ഞാൻ വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട്.